സെവൻത് സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 83. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 0.45 ലിറ്റർ കൊള്ളാവുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? അപ്പം 4.05 ഹരിക്കണം 0.45. 4.05 ഹരിക്കണം 0.45. അപ്പം ദശാംശ സംഖ്യകളാണ്. അപ്പം ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. 405/100, 2 സ്ഥാനമായതുകൊണ്ട് 100 ഹരിക്കണം 45/100, അതും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം 100 സമം. ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിൽക്രമം കൊണ്ട് ഗുണിക്കും. 100/45. അപ്പം 100 100 100 ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞ്. ഇനി 405 എത്ര പ്രാവശ്യം ഹരിച്ച് നോക്കണം? 9 പ്രാവശ്യം വരും. 45 ഒരു പ്രാവശ്യം, 9 പ്രാവശ്യം. അപ്പോൾ 9 കുപ്പികളിലാക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 17.5 മീറ്റർ നീളമുള്ള കമ്പി 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളുണ്ട്? അപ്പം 17.5 ഹരിക്കണം 2.5. 17.5 ഹരിക്കണം 2.5. അപ്പം ഭിന്നസംഖ്യയിലേക്കാക്കിയാൽ 175/10, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം 10 ഹരിക്കണം 25/10 സമം 175/10 ഗുണിക്കണം 10/25. അപ്പം 10 ഒരു പ്രാവശ്യം കഴിഞ്ഞ് 10 കഴിഞ്ഞ്. പിന്നെ 175 25, 100 4, 75 3, 4 3 7. അപ്പോൾ എത്ര കഷ്ണങ്ങളുണ്ട്? 7 കഷ്ണങ്ങളുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 6.5 കിലോഗ്രാം മുളകുപൊടി 0.25 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കി. എത്ര പാക്കറ്റ് ഉണ്ടായിരിക്കും? അപ്പം 6.5 ഹരിക്കണം 0.25. 6.5 ഹരിക്കണം 0.25. 65/10 ഹരിക്കണം 25/100, 2 സ്ഥാനം ഉണ്ടല്ലോ 100. അപ്പോൾ 65/10 ഗുണിക്കണം 100/25. അപ്പം ഇവിടെ 10 ഒരു പ്രാവശ്യം, 100 10 പ്രാവശ്യം. അപ്പോൾ 0 കട്ട് ചെയ്താൽ 10 പ്രാവശ്യം, 100 10 പ്രാവശ്യം. അപ്പം ഇവിടെ 65, ഇവിടെ 10. അപ്പം 650/25 കിട്ടും. 650 എത്ര 25 ഉണ്ട്? 65 2, ബാക്കി 15, 150 6, 26. ഇത് ഹരിച്ചു നോക്കി കണ്ടുപിടിച്ചാൽ മതി. 26. അടുത്തത് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി പേജ് നമ്പർ 89 ക്വസ്റ്റ്യനാണ്. 89. ആമിനയുടെ കയ്യിൽ 105 രൂപയും മേഴ്സിയുടെ കയ്യിൽ 175 രൂപയുമുണ്ട്. ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. ആമിനയുടെ കയ്യിൽ 105 രൂപ, മേഴ്സിയുടെ കയ്യിൽ 175. അപ്പം ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം. അപ്പം 105 ചെറുത്, 175 വലുത്. അപ്പം 105 വലുതിൻ്റെ എത്ര ഭാഗമായിരിക്കും? 105/175. ഇതിനെ ലഘൂകരിച്ചാൽ മതി. 105 ഇതിനെ ഒറ്റയടിക്ക് 35 കൊണ്ട് ലഘൂകരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടൂല. ഒറ്റയടിക്ക് 35 കൊണ്ട് ലഘൂകരിച്ചാൽ 3/5 കിട്ടും.
അത് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 എന്ന് പറയുമ്പം 21/3 35. ഇനി ഇതിനെ 7 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി, ലഘൂകരിച്ചാൽ മതി. 21-ൽ 7 3 പ്രാവശ്യം. അപ്പം 3/35-ൽ 7 5 പ്രാവശ്യം. 3/5, അതായത് 3:5. ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള അല്ലേ ചോദിച്ച്? ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം 3:5 ആയിരിക്കും. അടുത്തത്, ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. അപ്പം 144-ൽ 96 സ്ത്രീകളാണ്. അപ്പം 96/144. ഇതിനെ നമുക്ക് ഇത് നമ്പർ കൊണ്ട് ലഘൂകരിക്കാം. 96 ആദ്യം ഇതിൽ പോകുന്നത് 24 കൊണ്ട് ചെയ്യാം. അത് പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട്. അപ്പം 48, 96-ൻ്റെ പകുതി 48/72 കിട്ടും. ഇനി നമുക്ക് വേഗം കിട്ടുമല്ലോ. ഇതിന് 8 2-ലും പോവല്ലേ? 8 48-ലും പോവും, 72-ലും കിട്ടും. അപ്പോൾ 8 ഉണ്ട്. 6 8 48, 9 8 72. അതും കിട്ടി. ഇനിയിപ്പം 3 കൊണ്ടൊന്നും കൂടി ചുരുക്കാം. 6-ൽ 3 2 3. അപ്പം 2/3 കിട്ടും. 2:3. ഇത് ഒറ്റയടിക്ക് ലഘൂകരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതെടുത്ത് ലഘൂകരിച്ചെടുത്ത്.